ഇതാണ് ഗൈസ് ശരിക്കും സംഭവം. ബുക്കൊന്നും വായിക്കുന്നില്ല, ഇങ്ങനെ തന്നെ വന്നിട്ട്. എടി, ഞാൻ ആലോചിക്കുന്നത് നമുക്ക് വ്യൂവേഴ്സിന് വേണ്ടി ഇന്ന് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ പരിപാടി ചെയ്താലോ? എന്താ സ്പെഷ്യൽ? എന്തെങ്കിലും ഒരു സ്പെഷ്യൽ കൊടുക്കണം. എന്താ ഇപ്പം സ്പെഷ്യൽ ചെയ്യാം? ഞാൻ ആലോചിക്കുന്നത് നമുക്കിന്നൊരു പുതിയൊരു ഒരു ഒരു സംഭവം ചെയ്യാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഷെൽഫില്ലേ എവിടെ? നമ്മുടെ അപ്പുറത്തെ മുറിയിൽ. ആ ഷെൽഫ് നീ കണ്ടിട്ടില്ല? ഇല്ല. അവിടെ ഷെൽഫൊക്കെ ഉണ്ടോ? 4 പലക കൂട്ടി അടിച്ചിട്ട് അവിടെ ഇരിക്കുന്നത് കണ്ടില്ലേ? അതാണോ? ആ, അതാ ഷെൽഫ്. നമ്മുടെ ഷെൽഫ് അത്. അതിനകത്ത് നിറച്ചും ബുക്കുകളുണ്ട്. പിന്നെ ഒരു 5-6 ബുക്കുണ്ട്. അതിന്ന് നീ ഒരു ബുക്ക് എടുത്തിട്ട് വരിക. ഇപ്പഴാ? നാളെ. ഇപ്പം തന്നെ നമ്മള് ഒരു സംഭവം ചെയ്യാൻ വേണ്ടി എന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ഐഡിയ ഉദിച്ചു വരുന്നുണ്ട്. എന്താന്ന് പറയാം. നീ എടുത്തിട്ട് പോ ആദ്യം. ഇപ്പൊ പോണോ? നീ ഇപ്പൊ എടുത്തിട്ട് പോ. എന്നിട്ട് നമുക്ക് ഒരു ചെറിയ പരിപാടി ഉണ്ട്. ഓക്കെ, എടുത്തിട്ട് പോ. അവിടെ ഉണ്ടായിരുന്നതാ. എന്തിനാന്ന് പോലും അറിയത്തില്ല. എന്നിട്ട് എടുത്തുകൊണ്ട് വന്ന ഒരു ബുക്കാണ്. എന്നാ ഇത്? ഇൻ സെർച്ച് ഓഫ് യു. അടിപൊളി ബുക്കാ കേട്ടോ. വായിച്ചില്ലെങ്കിൽ എനിക്കറിയാം. നല്ലതാണ്. ഇനിയിപ്പൊ ഞാൻ പോയൊരു ബുക്ക് എടുത്തിട്ട് വരാം. ഓക്കെ. ഷെൽഫ് തുറക്കണ്ടേ? അപ്പൊ അലകെ ഇങ്ങോട്ട് മാറ്റിയാ മതി. അപ്പം ഞാനൊരു ബുക്ക് എടുത്തേ. ഇതാണ് എന്റെ ബുക്ക്. ഇതാണ് എന്റെ ബുക്ക്. ഇതെന്താ? ഓക്കെ. അപ്പൊ ഇന്നത്തെ പരിപാടി എന്താണെന്നറിയാം? എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഈ ബുക്ക് നമ്മുടെ കൂട്ടത്തിലുണ്ടാവണം. അതായത് ഞാൻ എടുത്ത ബുക്ക് എൻ്റെ കൂട്ടത്തിൽ തന്നെ ഉണ്ടാവും, നീ എടുത്ത ബുക്ക് നിന്റെ കൂട്ടത്തിൽ തന്നെ ഉണ്ടാവും. ഓക്കെ. എന്ത് ചെയ്താലും, ഇപ്പൊ നമ്മൾ രാവിലെ എഴുന്നേറ്റു, ഇനി തൊട്ട് എന്ത് ചെയ്താലും പല്ല് തേക്കുമ്പോഴും എല്ലാത്തിനും ഈ ബുക്ക് ഉണ്ടാവണം. ഒന്നില്ലെങ്കിൽ ഈ ബുക്ക് വായിച്ചോണ്ടിരിക്കണം, ഇല്ലെങ്കിൽ ഈ ബുക്ക് നമ്മുടെ കൂട്ടത്തിലെങ്കിലും ഉണ്ടായിരിക്കണം. ഓക്കെ. വായിച്ചോണ്ടിരിക്കുകയും ചെയ്യാം. പുറത്ത് പോകുമ്പോഴും വണ്ടി ഓടിക്കുമ്പോഴും ഇത് വേണം. ഓക്കെ. റെഡിയാണോ? റെഡി? യെസ്. അപ്പം ഗൈസ്, ഞങ്ങളങ്ങനെ ഇവളുടെ വീട്ടിലേക്ക് പോവാ കേട്ടോ. ഇവളാരാന്നറിയാലോ? ഇവളുടെ വീട്ടിലേക്ക് പോവാണ്. അപ്പം എൻ്റെ ബുക്ക് എൻ്റെ കയ്യിലുണ്ട്, ഇവളുടെ ബുക്ക് എൻ്റെ കയ്യിലുണ്ട്. ഇവളുടെ കയ്യിൽ തന്നെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് ഈ ബുക്ക് നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടാവും. അതായത് നമ്മൾ ഒരു കാര്യം പറയട്ടെ, എന്തെങ്കിലും ചെയ്യുമ്പോ ഈ ബുക്ക് ഇല്ലാതെ ചെയ്താല് ഫൗളാണ്. ഫൗളാണ്. ഇതൊരു ചലഞ്ചാ. അതെ, എവിടെ പോയാലും ഇത് വേണം. കയ്യിലില്ലാതെ ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ ഫൗളായി. അതെ, നിങ്ങൾ കാണുന്നവരല്ല കേട്ടോ നമ്മള്. അപ്പൊ നമ്മള് എന്ത് ആക്ടിവിറ്റി ചെയ്താലും, നമ്മൾ പറഞ്ഞല്ലോ ആദ്യം, എന്ത് ആക്ടിവിറ്റി ചെയ്താലും കയ്യിൽ ബുക്ക് ഉണ്ടാവണം. എന്റെ കയ്യിൽ ഈ ബുക്ക് ഉണ്ടാവും, ഇവളുടെ കയ്യിലെ ബുക്ക് ഉണ്ടാവും. ഓക്കെ. അപ്പൊ നമുക്ക് പോവാം. ബുക്ക് വായിക്കാനോ? ബുക്ക് വായിക്കണം നിർബന്ധമാ. ബുക്ക് വായിച്ചോണ്ട് വേണം ചെയ്യാൻ, അങ്ങനെയാണ് പറഞ്ഞത് തുടക്കത്തിലെ. ബുക്ക് കൂടെ വേണമെന്നേ ഉള്ളൂ. ഇല്ല, ബുക്ക് വായിക്കണം. ഇത് ഫൗളാണ്. നോക്ക് ഗൈസ്, ബുക്ക് വായിക്കാതെയാണ്. ബുക്ക് വായിച്ചോണ്ടിരിക്കുകയാണ്. ബുക്ക് വായിക്കുന്നില്ല. ബുക്ക് വായിക്കുന്നുണ്ടല്ലേ? ഇല്ല. എന്റെ ഒരു കണ്ണ് ബുക്കിലോട്ട് പോയേക്കാണ്. അതിന്റെ ബുക്കിന്റെ ചട്ട വായിച്ചിട്ട് കാര്യമില്ല. ബുക്ക് വായിക്കണം എന്നല്ലേ ഉള്ളൂ, ബുക്കിന്റെ പേജ് വായിക്കണം, ചട്ട വായിക്കണം, അങ്ങനെ പറഞ്ഞില്ലല്ലോ. ഇത് ഫൗളാണ്. ഏത് പെട്രോൾ ഒഴിക്കുന്നത്? പെട്രോൾ ഒഴിക്കുമ്പോൾ ബുക്ക് വായിക്കണം. എന്ത് ചെയ്യുമ്പോഴും ബുക്ക് വായിക്കണം എന്നാണ് ചലഞ്ച്. ഞാൻ ബുക്ക് വായിക്കുന്നുണ്ടല്ലോ. എന്ത്? അപ്പൊ നമ്മളിപ്പം പോവുക കേട്ടോ. എൻ്റെ കയ്യിൽ എൻ്റെ ബുക്കുണ്ട്, ഫ്രണ്ടിൽ തന്നെ ഞാൻ വെച്ചിട്ടുണ്ട്. പക്ഷേ ചലഞ്ച് എന്ന് പറഞ്ഞാൽ ബുക്ക് വായിക്കണം എന്നല്ലേ പറഞ്ഞത്? ബുക്ക് വായിക്കുന്നുണ്ടല്ലോ. എന്താ വായിക്കുന്നത്? ഒരു കണ്ണ് ഇവിടെ തന്നെ ബുക്ക് ചെയ്യാനുള്ളൂ. ഇതൊക്കെ ഫൗളാണ്. ഞാൻ ഇവിടെ ബുക്ക് വായിച്ചോണ്ടിരിക്കും. ഒരു കണ്ണ് എൻ്റെ ഇതൊരു സ്റ്റോറി തീരാനേ. ബുക്ക് വായിച്ചാ ബുക്ക് വായിച്ച് ഹെൽമെറ്റ് ഊരുവാണേ. ഓക്കെ.
പോവാ. ക്യാമറ കടന്നു പോകണേ, അവിടെ ചെല്ലുമ്പോൾ എടുത്തു പോകുന്നു. അപ്പം ഗൈസ് നമ്മളങ്ങനെ ഉച്ചയൂണിലേക്ക് കിടക്കുക കേട്ടോ. ഉച്ചയൂണിൽ എൻ്റെ ബുക്ക് ശരിക്കും പറഞ്ഞത് നല്ലൊരു ആശയമല്ലേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൊബൈലൊക്കെ നോക്കി ഭക്ഷണം കഴിക്കുന്നതിന് പകരമായിട്ട് ഈ ബുക്കൊക്കെ വായിക്കുകയാണെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബുക്ക് വായിക്കുന്നതിൻ്റെ എന്തായാലും ഇങ്ങനെ ഒരു ബുക്ക് ഉണ്ടെന്നെങ്കിലും മനസ്സിലാവും. ഇടയ്ക്ക് ഓരോ കഥകളൊക്കെ വായിക്കുകയാണ് സൂപ്പറാണ്. അപ്പം ഇവള് ഉണ്ടാക്കിയ ഫുഡ് കേട്ടോ. ചോറുണ്ട്, നല്ല കടലക്കറി, മോര്, പിന്നെ ചമ്മന്തി, മുട്ട, ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ. പിന്നെ സൂപ്പർ കറിയാ. ചമ്മന്തി നിങ്ങളുടെ ഉപ്പിലിട്ട മാങ്ങ അരച്ച ചമ്മന്തി, പച്ചവെള്ളം. നമുക്കിത് കഴിച്ചിട്ട് ബാക്കി പറയാം. പക്ഷെ ഒരാൾ ബുക്ക് വായിക്കുന്നില്ല. എന്താ വായിച്ചേ എവിടെ വായിക്കാൻ പറ്റുന്ന വാക്ക് ഏതെങ്കിലും ഉണ്ടോ? ആ, ഗ്രാമറാ. പക്ഷെ നമ്മളൊരു ബുക്ക് വായിച്ചുകൊണ്ട് ഭക്ഷണം കഴിച്ചു ഒരു വേറെ തന്നെ ഫീൽ അല്ലേ. ഫുഡ് തീരുന്ന അറിയില്ല. അതല്ലെങ്കിലും അറിയില്ല. നല്ല കറി. ഇതാണ് ഗൈസ് ശരിക്കും സംഭവം. ബുക്കൊന്നും വായിക്കുന്നില്ല, ഇങ്ങനെ തിന്നുവന്നിട്ട് കണ്ടോ. എനിക്ക് കറിയൊന്നും തരാതെ ഫുൾ എടുത്ത് തിന്നുക. ഇതാണ് ചലഞ്ച് അല്ലേ. എന്തെങ്കിലും പറയാനുണ്ടോ? പിന്നെ പറയാം, കഴിച്ചിട്ട് പറയണേ. അപ്പം ഗൈസ് നമ്മൾ അങ്ങനെ 4 മണിയുടെ ചായ കുടിക്കാൻ വേണ്ടി പോവാ കേട്ടോ. കാപ്പി കുടിക്കാൻ വേണ്ടി പോവുക. എങ്ങോട്ട് പോവാ? നമ്മുടെ ബുക്ക് നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട് കേട്ടോ. ഇന്നത്തെ ഒരു ദിവസം മുഴുവൻ ഞങ്ങൾ ബുക്കിൻ്റെ കൂടെ തന്നെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി. ഇതാ ഷേപ്പൊന്നുമില്ല, ഈ ബിസ്ക്കറ്റ് എന്ന് പറയും. ടേസ്റ്റാ. ബുക്ക് വായിച്ചുകൊണ്ട് നമ്മൾ കഴിക്കുക. ഇന്നത്തെ ഒരു ഡേ ഫുള്ള് ഞാൻ ഈ ബുക്കിൻ്റെ കൂടെ ആയിരുന്നു.